ഞാൻ ഡോക്ടർ MP മണി. ഒരു കാലത്ത് ദൈവകോപമാണ് രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമെന്ന് വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് വസൂരി, ചർമ്മരോഗങ്ങൾ. ദേവിയുടെ കോപം കൊണ്ടാണ് വസൂരി ഉണ്ടാകുന്നതെന്നായിരുന്നു വിശ്വാസം. അതുപോലെ തന്നെ ചർമ്മരോഗങ്ങൾ സർപ്പകോപമാണ് എന്ന് വിശ്വസിച്ചിരുന്നു. മാത്രമല്ല, ഈ രോഗങ്ങൾ വരുന്നവർ ഇത്തരം ക്ഷേത്രങ്ങളിൽ പോവുകയും വഴിപാട് കഴിക്കലൊക്കെ സ്ഥിരം പതിവായിരുന്നു ഒരു കാലത്ത്. അത് ഇത് നിന്നിട്ട് ഇപ്പോഴും നിന്നു എന്ന് പറയാൻ പറ്റില്ല. പലയിടത്തും ഇതൊക്കെ ഇപ്പോഴും ഈ വിശ്വാസങ്ങളൊക്കെ നിലവിലുണ്ട്, പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ ഈ വിശ്വാസത്തിന് മാറ്റം വന്നു. രോഗമുണ്ടാകുന്നത് ചിലരുടെ ശരീരഘടനയിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് എന്നുള്ളതായി പിന്നത്തെ വിശ്വാസം. കാലം പിന്നെയും മുന്നോട്ട് പോയി. പുതിയ ശാസ്ത്രജ്ഞന്മാർ രംഗത്ത് വന്നു. രോഗാണുക്കളാണ് രോഗമുണ്ടാകുന്നത് എന്നായി പിന്നീടുള്ള സങ്കല്പ വിശ്വാസം. അത് പരീക്ഷണസിദ്ധമായ അറിവുമായിരുന്നു, തെളിയിക്കപ്പെട്ട അറിവുമായിരുന്നു, ശാസ്ത്രമായിരുന്നു, പുതിയ ശാസ്ത്രമായിരുന്നു. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ രോഗങ്ങൾ ഉണ്ടാകും എന്നും വിശ്വസിച്ചിരുന്നു. കുറേ രോഗാണുക്കളെ കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ പിന്നീടാണ് വേറൊരു യാഥാർത്ഥ്യം മനസ്സിലായത്. രോഗാണുക്കൾ ശരീരത്തിൽ കടന്നുകൂടിയാലും ചിലരിൽ രോഗങ്ങൾ ഉണ്ടാകുന്നില്ല. അതാണ് സംഭവിച്ച വേറൊരു പ്രത്യേകത. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതായി പിന്നത്തെ അന്വേഷണം. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ രോഗമുണ്ടാകും എന്നുള്ള ആ വിശ്വാസം അവിടെ തിരുത്തലാണ് ഉണ്ടായത്. അവിടെയാണ് ഒരു പുതിയ അറിവ് രംഗപ്രവേശം ചെയ്യുന്നത്. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ ചെറുത്തു തോൽപ്പിക്കാൻ സഹജമായ ഒരു ശേഷി ഇവരുടെ ശരീരത്തിലുണ്ടായിരുന്നു. അതാണ് രോഗം ഉണ്ടാകാതിരിക്കാൻ കാരണം. അതിനാണ് നമ്മൾ സ്വയം രോഗപ്രതിരോധ ശേഷി, ഇംഗ്ലീഷിൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ എല്ലാ രോഗങ്ങളും ഏറെക്കുറെ ഇത് ബാധകമാണ്. പ്രതിരോധശേഷി കുറയുന്നവരിലാണ് മിക്കവാറും എല്ലാ രോഗങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ അത് ക്യാൻസറിലും ഈയിടെ കുറച്ചു കാലമായി ചർച്ച തുടങ്ങിയിട്ടുണ്ട്. ഈ ഇമ്മ്യൂണിറ്റിയും ക്യാൻസറും തമ്മിലുള്ള ബന്ധം. കോട്ടയത്ത് മെഡിക്കൽ കോളേജിൽ വൈസ് പ്രിൻസിപ്പലും ക്യാൻസർ രോഗ വിദഗ്ധനുമായിരുന്ന ഡോക്ടർ CP മാത്യു സാർ ഒരുപാട് രോഗികളിൽ ഈ പുതിയ സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. മാത്രമല്ല, ഈ പുതിയ സമീപനത്തിലൂടെ ഒരുപാട് രോഗികൾ അദ്ദേഹം വളരെ ലളിതമായി രോഗം മാറ്റിയിട്ടുണ്ട്. ഞാൻ കുറേ കാര്യങ്ങൾക്ക് സാക്ഷിയാണ്. അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയാറുള്ളൊരു ഭാഷ, ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിനും വന്നാൽ ചികിത്സിക്കുന്നതിനും ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് ഈ രോഗിയുടെ പ്രതിരോധശേഷി മെച്ചപ്പെട്ട അവസ്ഥയിലാക്കുക എന്നുള്ളതായിരിക്കണം എന്നുള്ളതാണ്. അതിന് അദ്ദേഹം പറയാനുള്ള വേറൊരു കാര്യം, ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലുമാണ് പ്രതിരോധശേഷി മെച്ചപ്പെടുത്താനുള്ള നല്ല മരുന്നുകളുള്ളത് എന്നാണ്. അദ്ദേഹം മിക്കവാറും എല്ലാ രോഗികൾക്കും ആയുർവേദത്തിൽ അശ്വഗന്ധാദി ചൂർണം, ഹോമിയോപ്പതിയിലെ ആർസനിക് മാൽബം, സിദ്ധ ചികിത്സയിലെ അല്ലെങ്കിൽ സിദ്ധവൈദ്യത്തിലെ രസഗന്ധി മെഴുക് എന്നിവ മിക്കവാറും കൊടുക്കുമായിരുന്നു. ഇത് സമഗ്രമായൊരു ചികിത്സാരീതി, അത്ഭുത രോഗശമനത്തിന് സമഗ്രമായ ചികിത്സയാണ് ആവശ്യം എന്നും അദ്ദേഹം പറയുമായിരുന്നു. ഏതെങ്കിലും ഒരു വൈദ്യശാസ്ത്രത്തിൽ മാത്രം നമ്മൾ ഉറച്ചു നിൽക്കരുത്. രോഗിക്ക് എല്ലാ ചികിത്സാ സമ്പ്രദായത്തിലും നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം എന്നാണ് അദ്ദേഹം പറയാറുണ്ടായിരുന്നത്. ഒരുപാട് രോഗികളാണ് അങ്ങനെ വളരെ വേഗം രോഗശമനം നേടിയിട്ടുണ്ട് ഒരുപാട് പേര്. അപ്പോൾ പ്രതിരോധശേഷി മെച്ചപ്പെടുത്തിയാൽ ക്യാൻസറിനെ ശമിപ്പിക്കാം എന്നാണ് ഇപ്പോൾ വൈദ്യശാസ്ത്ര രംഗത്ത് ഏറ്റവും പുതിയതായി വന്നിട്ടുള്ള അറിവുകൾ പറയുന്നത്. അതിനാണ് ഇമ്മ്യൂണോതെറാപ്പി എന്നാണ് ആ ചികിത്സാ രീതിയുടെ പേര്. അത് വളരെ നല്ല ഫലപ്രദമായി പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. നമ്മുടെ ശരീരത്തിൽ ഓരോ മിനിറ്റിലും ലക്ഷക്കണക്കിനാണ് പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രക്രിയ അങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. പക്ഷേ അതിനിടയ്ക്ക് ചില കോശങ്ങൾ ക്രമം തെറ്റി വളരും. ഒരു വികൃതിയാണത്, പ്രകൃതിയുടെ. ഈ ക്രമം തെറ്റി വളരുന്ന കോശങ്ങൾ, അതാണ് ഇംഗ്ലീഷിൽ നമ്മൾ അബ്നോർമൽ സെൽസ് എന്ന് പറയുന്നത്. ഈ വളർച്ച മുന്നോട്ട് പോകുന്നതാണ് പിന്നീട് ക്യാൻസറായി മാറുന്നത്. ഇങ്ങനെ വളരുന്ന കോശങ്ങൾ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ രോഗികളും ക്യാൻസർ ആകുന്നില്ല.
അതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു ഒരു വലിയ സത്യമാണത്. എൻവോർമലായി ഉണ്ടാകുന്ന കോശങ്ങൾ പലരിലും ഭാവിയിൽ ക്യാൻസറിന് കാരണമാകുന്നില്ല. ഇവരുടെ ശരീരത്തിലെ ഈ സ്വയം രോഗപ്രതിരോധ ശേഷി തന്നെ ഈ എബ്നോർമൽ കോശങ്ങളെ നശിപ്പിക്കുന്നു എന്നുള്ള, ക്രമം തെറ്റി വളരുന്ന കോശങ്ങളെ നശിപ്പിക്കുന്നു എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് തന്നെ ക്യാൻസർ ഉണ്ടാകുന്നതിനും ചികിത്സയിലൊക്കെ എടുക്കേണ്ട പുതിയ സമീപനങ്ങളിലേക്ക് പോകേണ്ടതിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ അറിയുന്നത്, കേൾക്കുന്നത്. ഇമ്മ്യൂണോതെറാപ്പി വളരെ ഫലപ്രദമാണ് എന്നാണ് ഇപ്പം കഴിഞ്ഞ പഠനങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരുന്ന അറിവുകളിൽ പറയുന്നത്. നമ്മുടെ സ്വയം രോഗ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തിയാൽ ഈ ക്യാൻസറിന് ചെറുത്ത് നിൽക്കാൻ കഴിയും. ഒരുപാട് വേറെ കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ പ്രധാനമായി ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഇവിടെ തന്നെയാണ്. ഈ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിരോധ ശേഷി വളരെ അവതാളത്തിലാണ്, വളരെ മോശം അവസ്ഥയിലാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കോവിഡ് കാലത്തൊക്കെ നമ്മളിവിടെ കണ്ടത്. ഈ കോവിഡ് ഒരുപാട് പേർക്ക് പോസിറ്റീവായി. ഈ കോവിഡ് ബാധിച്ചവരിൽ ഒരുപാട് പേരിൽ രക്തത്തിലെ പഞ്ചസാരയുടെ നില ഉയർന്നു. മാത്രമല്ല, ഏറ്റവും പുതിയ അറിവുകളിൽ പറയുന്ന ഹൃദയാഘാതം സംഭവിക്കുന്നവരിലും വൈറ്റമിൻ ഡിയുടെ കുറവ് വളരെ കാര്യമായി ഉണ്ടായിരുന്നു എന്നാണ്. വൈറ്റമിൻ ഡി കുറയുന്നത് പ്രതിരോധശേഷി കുറയുന്നതിൻ്റെ വ്യക്തമായൊരു കാരണമാണ്. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതലായി ചിന്തിക്കേണ്ട ഒരു വിഷയം. ഏത് രോഗത്തെയും പ്രതിരോധിക്കാനുള്ള പ്രതിരോധശേഷി ഉണ്ടാകാനുള്ള സംവിധാനങ്ങൾ ഇവിടെ നടക്കുന്നില്ല. മാനസിക സംഘർഷം, നല്ല ആരോഗ്യത്തിന് നല്ലതല്ലാത്ത ജീവിത രീതി, നല്ല ആരോഗ്യത്തിന് നല്ലതല്ലാത്ത രീതിയിലുള്ള ആഹാരശീലം, ഇവയെല്ലാം പ്രതിരോധശേഷി തകരുന്നതിന് കാരണമാണ്. അങ്ങനെയാണ് മിക്കവരിലും കൂടുതൽ പേരിലും രോഗങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ രോഗം വരുമ്പോൾ ആശുപത്രിയിൽ പോകുന്നു. ആശുപത്രിയിൽ ഈ രോഗം കണ്ടുപിടിക്കാൻ കുറേ യന്ത്രങ്ങളെ ഏൽപ്പിക്കുന്നു. ചികിത്സ മരുന്നുകളിൽ കേന്ദ്രീകരിക്കുന്നു. ഈ പ്രതിരോധശേഷിയുടെ കാര്യങ്ങളിൽ കൂടുതൽ പേരും ശ്രദ്ധിക്കാറില്ല. രോഗികളും ശ്രദ്ധിക്കാറില്ല, ഡോക്ടർമാരും ശ്രദ്ധിക്കാറില്ല. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. അങ്ങനെ വരുമ്പോൾ ഈ ചികിത്സ ഫലപ്രദമാകാതെ വരും. ഫലപ്രദമാകാതെ വരുമ്പോഴും നമ്മൾ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കാറില്ല. രോഗവും ചികിത്സയും തമ്മിൽ ശരിയായ രീതിയിൽ ശാസ്ത്രീയമായി യോജിക്കുന്നില്ല എന്നുപോലും നമ്മൾ മനസ്സിലാക്കാറില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം, രോഗം മാറാതിരിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ക്യാൻസർ ചികിത്സയിൽ ഇപ്പോൾ ഡോക്ടർ സി പി മാത്യു സാറിൻ്റെ സമീപനം അങ്ങനെയായിരുന്നു. രോഗി വന്നാൽ രോഗിയോട് ആദ്യം പറയും, ഇതൊന്നുമില്ല കേട്ടോ, ഇത് സാരില്ല, വളരെ വേഗം മാറും. മാനസിക സംഘർഷം അതോടുകൂടി കുറയും. ഏത് രോഗിയായാലും ആശുപത്രിയിൽ പോകുന്നത് മാനസിക സംഘർഷമായിട്ടാണ്. കുറേ ഉത്കണ്ഠയൊക്കെ കാണും മനസ്സിലാവും. പ്രത്യേകിച്ച് ക്യാൻസർ ബാധിച്ചാൽ ജീവിതത്തിൻ്റെ അവസാനമായി എന്നാണ് ഇപ്പോഴും പലരും ഇവിടെ ചിന്തിക്കുന്നത്. ഒരവസാനവുമില്ല, കാരണം ക്യാൻസർ മാറും. നമ്മുടെ സ്വയം രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെട്ട അവസ്ഥയിലായാൽ ചികിത്സ ഫലപ്രദമാകും, ക്യാൻസർ മാറിയിരിക്കും. ഇപ്പോഴും ജനങ്ങളുടെ വിശ്വാസമല്ല ക്യാൻസർ വന്നാൽ തീർന്നു, എല്ലാം തീർന്നു. ഇതാദ്യം തിരുത്തണം. ഈ വിശ്വാസത്തെ നമ്മൾ ആദ്യം തിരുത്തണം. ഈ പ്രതിരോധശേഷി കുറയുന്നതിന് കൂടുതലും പേരിൽ കാരണമാകുന്നത് ജീവകം ഡിയുടെ കുറവാണ്. ജീവകം ഡി ഉണ്ടാകാൻ നമ്മൾ കൂടുതലൊന്നും ആലോചിക്കണ്ട. രാവിലെ 9 മണിക്കുള്ള മുമ്പുള്ള വെയിൽ ഒരു അരമണിക്കൂർ കൊണ്ടാൽ മതി. അതുമായിട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ വൈകിട്ട് ഉള്ള 4 മണിക്ക് ശേഷമുള്ള വെയിലായാലും മതി. പക്ഷേ രാവിലത്തെയാണ് കൂടുതൽ വൈദ്യശാസ്ത്രം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതുപോലെ വ്യായാമം ചെയ്യണം. പ്രതിരോധശേഷിക്ക് വ്യായാമം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യാൻ നമ്മൾ മാറ്റിവെക്കണം. അതെന്തെങ്കിലും വ്യായാമമോ അല്ലെങ്കിൽ ജോലി ചെയ്യുമോ, നടക്കുമോ, സൈക്കിൾ ചവിട്ടുമോ, നീന്തുമോ, എന്ത് വേണമെങ്കിലാകാം. അപ്പോൾ വെയിൽ കൊള്ളണം, വ്യായാമം ചെയ്യണം, ആഹാരം ഡോക്ടർ പറയും അതുപോലെ ക്രമീകരിക്കണം. അങ്ങനെ വന്നാൽ മറ്റ് രോഗങ്ങളെപ്പോലെ തന്നെ ക്യാൻസറിലും പ്രതിരോധം നമുക്ക് സാധ്യമാകും. അഥവാ ക്യാൻസർ ഉണ്ടായാൽ ഇത് ജീവിതത്തിൻ്റെ അവസാനമാണെന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് മാറിയിരിക്കും. അത് ഈ പുതിയ അറിവുകളിലൂടെ ചികിത്സയോടൊപ്പം രോഗിയുടെ ശരീരത്തിൽ സഹജമായുള്ള രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തിയെടുക്കുക എന്നുകൂടെ വേണം. ഇപ്പോൾ നമ്മുടെ ജീവിത ശൈലി വളരെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾ പോലും രാവിലെ വെയിൽ കൊള്ളുന്നില്ല. അവരതിരാവിലെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് വീടിന് വണ്ടി വന്ന് കയ്യിലൊക്കെ പോവുകയാണ്.
പിന്നെ മുൻപ് കുട്ടികൾ കൂട്ടമായി കളിച്ചിരുന്നത് പോലെ, വെയിൽ കൊണ്ട് കളിച്ചിരുന്ന പോലെ അത്തരം കളികൾ ഇപ്പം ഇല്ലാതായിരിക്കുന്നു. ഇപ്പം എല്ലാവരും മൊബൈലിലാണ്, എല്ലാ കാര്യങ്ങളും ഫോണിലാണ്. മാത്രമല്ല, ഈ ആഹാരശീലം, ഈ ഫാസ്റ്റ് ഫുഡുകളുടെ ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ ഫുഡ് വീട്ടിൽ വരും. ഇത് എന്തൊക്കെ ചേർത്ത് ഉണ്ടാക്കിയതെന്ന് നമുക്കാർക്കും അറിയില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഈ പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുക എന്നുള്ളത്, ഇമ്മ്യൂണിറ്റി മെച്ചപ്പെടുത്തുക എന്നുള്ളത് ക്യാൻസറിൽ മാത്രമല്ല എല്ലാ രോഗത്തിലും ആവശ്യമാണ്. ഞാൻ 74-ലാണ് ആയുർവേദ കോളേജിൽ നിന്ന് പാസ്സായത്. കുറച്ച് കാലമായിട്ട് കഷായം, അരിഷ്ടം, എണ്ണ, കുഴമ്പുകൾ, നെയ്യ്, ലേഹ്യം ഇതൊന്നും ആർക്കും കൊടുക്കുന്നില്ല. കാരണം കൂടുതൽ പേരും വരാറുള്ള ഇതൊക്കെ കഴിച്ചു, ഒരുപാട് കഴിച്ചു എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്ര ശ്രദ്ധിക്കേണ്ടു, ഈ നമ്മുടെ പ്രതിരോധശേഷി മെച്ചപ്പെടുത്തിയെടുക്കുക, ആവശ്യത്തിന് മാത്രം മരുന്നുകൾ കൊടുക്കുക. ഈ മരുന്നുകളിൽ കൂടുതലും രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനുള്ളതായിരിക്കണം, ശരീരത്തിന് നീർക്കെട്ട് കുറയാനുള്ളതായിരിക്കണം. കാരണം എല്ലാ രോഗങ്ങളിലും ഒരു പ്രധാന ഘടകമാണ് നീർക്കെട്ട്. അപ്പോൾ നീർക്കെട്ട്, അണുബാധ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ രോഗം മാറും. പിന്നെ രോഗിയുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ കൂടെ ചെയ്താൽ മതി. അതിൽ ആയുർവേദം, ഹോമിയോപ്പതിയും സമ്പന്നമാണ് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള കാര്യത്തിൽ. അത്തരം വളരെ ലളിതമാണ് അതൊക്കെ കഴിച്ച് മുന്നോട്ട് പോയാൽ ഇമ്മ്യൂണോ തെറാപ്പിയുടെ പ്രാധാന്യവും പ്രസക്തിയും നമുക്ക് തിരിച്ചറിയാൻ കഴിയും.